ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒരു മാർക്കറ്റിൽ പോവുകയാണ്. ഇവിടെ ഒരു മീൻ മാർക്കറ്റ് ഉണ്ട്. മീൻ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് വേറെ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അത് മെയിനായിട്ടൊരു വീക്കെൻഡ് മാർക്കറ്റാണ്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസങ്ങളിലാണ് ആ മാർക്കറ്റ് ഉള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ നമുക്ക് നടന്ന് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പഴയൊരു പള്ളിയാണ് കേട്ടോ. 1896 പണിതൊരു പള്ളിയാണ്. നമുക്ക് വിൻ്റർ ആയതുകൊണ്ട് മരങ്ങളൊക്കെ അല്ല ഫുള്ള് പൊഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഈ പോസ്റ്റ് ഓഫീസിൽ എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റ് പോലെയാണ് കേട്ടോ. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട്. അതുപോലെ നമ്മുടെ സാധാരണ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമുക്കിവിടെ ചെയ്യാനും പറ്റും. കൊറിയറും എഴുത്തുകളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട്. നമ്മളിവിടെ സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം നമുക്ക് അവിടെ നോക്കി കഴിഞ്ഞാൽ റെഡ് ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്. അത് നമുക്ക് പച്ച കളറായി കഴിയുമ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ നോർമൽ വരുന്ന വണ്ടികളൊക്കെ ട്രാഫിക് സ്ക്രീനിൽ വെച്ച് നിൽക്കും. ഇതുണ്ട്, ഇപ്പോൾ പച്ച കളറായി നമുക്ക് ക്രോസ് ചെയ്യാം എന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ വണ്ടികളൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇതുണ്ട്, ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്ന ഫുട്പാത്താണ്. ഇതുണ്ടോ, നമ്മൾ റോഡാണ് ഈ കാണുന്നത്. റോഡിൻ്റെ ഏകദേശം അത്രയും വീതിയിൽ നമ്മുടെ ഫുട്പാത്തിനുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഫുട്പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെയുള്ള സ്ട്രോളറുകൾ ഉപയോഗിക്കാൻ വേണ്ട സൗകര്യത്തിനും വീൽ ചെയറുകളും അതുപോലെ ഇവിടെ പ്രായമായവർ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വീൽ ചെയറുകളുണ്ട്. അതായത് മോട്ടറൈസ്ഡ് വീൽ ചെയറുകൾ. ഇതൊക്കെ പോകാൻ പറ്റിയ രീതിയിലുള്ള ഫുട്പാത്തുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നല്ല ചുമന്ന കളറൊരു ചെടിയാണ്. ഇവിടെ ഇപ്പം ഇതുണ്ടോ, ഇതൊക്കെ പല മരങ്ങളും ഇല പൊഴിക്കാൻ തുടങ്ങിയതാണ്. മഞ്ഞ കളറ് ഇതുണ്ടോ, ഇത് ഇല പൊഴിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കൂടെ കഴിയുമ്പം വിൻ്റർ ശക്തി പ്രാപിക്കും. അപ്പോഴത്തേക്കും ഈ കാണുന്ന മരങ്ങളൊന്നും ഒറ്റ ഇല ഉണ്ടാവില്ല കേട്ടോ. ഫുള്ള് എല്ലാ മരങ്ങളും തന്നെ ഫുള്ള് ഈ ചുള്ളിക്കമ്പ് പോലെ കമ്പുകൾ മാത്രമേ കാണത്തുള്ളൂ. അതുപോലെ ഈ കാണുന്ന ലൈന് ഇത് സൈക്കിൾ ലൈനാണ് കേട്ടോ. ഇവിടെ സൈക്കിളിന് വേണ്ടി മാത്രം പോകുന്ന ലൈനാണ് ഇത്. നമ്മൾ നടന്നു വരുന്ന ഫുട്പാത്തുകളിൽ നമുക്ക് ഇതുണ്ട്, ഇതുപോലെ ഒരു കളർ വേരിയേഷൻ കാണാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സ്ട്രോളറുകളൊക്കെ റോഡിലേക്ക് ഇറക്കാൻ വേണ്ടിയാണ്. ഇതുണ്ട്, ഈ ഭാഗം ഇങ്ങനെ ചായച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുണ്ട്, ഇതുപോലെ ഒരുപാട് സ്ട്രോളറുകൾ ഇറക്കിയിട്ട് പോകാൻ പറ്റും. നമുക്ക് ബാക്കിയുള്ള ഭാഗം ഇതുണ്ട്, ഇവിടെയൊക്കെ ഹൈറ്റാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചായച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് സ്ട്രോളറുകൾ നമുക്കിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. നമ്മളെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ എവിടെ റോഡിൽ കൂടെ നടന്നു നോക്കി കഴിഞ്ഞാൽ നമുക്ക് റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ മരങ്ങൾ കാണാൻ പറ്റും കേട്ടോ. നമ്മളീ നടന്നു പോകുന്ന ഫുട്പാത്തിലാണെങ്കിൽ അവർ മരം നടാൻ വേണ്ടി പ്രത്യേക സ്പേസ് ഉണ്ടാക്കിയിട്ട് മരങ്ങൾ നടും. ഇതുണ്ട്, നമുക്ക് ഇതുണ്ട്, ഇവിടെയൊക്കെ മരങ്ങൾ ഇതുണ്ട് ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഫുട്പാത്തിൽ അവർ സ്പേസ് ഉണ്ടാക്കിയിട്ട് നട്ടിരിക്കുന്നതാണ് കാണുന്നത്. അതുപോലെ നമുക്ക് റോഡിൻ്റെ സൈഡിൽ കണ്ടോ ഇതേപോലെയുള്ള ചെടികൾ നട്ടിട്ടുണ്ട്. ഇത് വെട്ടി ലെവലാക്കി നിർത്തും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇതുണ്ട്, ഇവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാണ് ഇത് കാണുന്നത്. ഇവിടെ 2 ടൈപ്പ് ബസ്സാണ് വന്നിട്ടുള്ളത്. ഗ്ലൈഡർ എന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്ലൈഡർ സ്റ്റോപ്പാണ്. അതുപോലെ തന്നെ നോർമൽ ബസ്സിനുള്ള സ്റ്റോപ്പാണ് ഇതുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടോ, ഈ ഗ്ലൈഡ് പോകുന്ന റൂട്ട് മാപ്പൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇതുണ്ട്, ഈ കാണുന്ന കേട്ടോ നോർമൽ ബസ്. ഇവിടെ ബസ്സിന് നമ്പറാണ് ഇതുണ്ട്. ഇത് 4, 6 തുടങ്ങിയ 2 ടൈപ്പ് ബസ്സുകൾ നിർത്തുന്ന സ്റ്റോപ്പാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ ജംഗ്ഷനാണ് നിൽക്കുന്നത്. നമ്മളിതിപ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഏകദേശം എത്താറാകട്ടെ. ഇനിയിപ്പോൾ നമുക്കൊരു റിവറുണ്ട്. ഈ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റാണ്. നല്ല രസമുള്ളൊരു റിവറാണ് കേട്ടോ ഈ കാണാൻ പോകുന്നത്. നമ്മൾ ഈ മുന്നിലായിട്ട് കാണുന്ന ഏകദേശം സിറ്റിയാണ് ഫുൾ. ഇപ്പോൾ നമ്മൾ ഏകദേശം സിറ്റി തുടങ്ങി കേട്ടോ. ഇവിടെ തൊട്ടിട്ട് ഈ മെയിൻ സിറ്റീസാണ് കേട്ടോ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ നമ്മുടെ റിവർ ലഗാൻ എന്ന് പറയും എന്നുണ്ടോ. ഇത് ആൽബർട്ട് ബ്രിഡ്ജാണ്. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് വരുന്നത്. ഇവിടുത്തെ ഒരു അത്യാവശ്യം സിറ്റിയിലെ ഒരു മെയിൻ റിവറാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മുടെ ഈ മുൻപിലായിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് ബസ് സ്റ്റോപ്പും ഉണ്ട്. കണ്ടോ.
ഇതാണ് ലാന്യം പ്ലേസ് സ്റ്റേഷൻ. ഇതൊരു സ്റ്റേഷനാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഈ വയലറ്റ് കളർ ഇട്ടാക്കുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലൈഡർ ബസ്സുകൾ ഓടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാക്കി ഇടുന്ന പോലെ തന്നെയാണ് ഈ വയലറ്റ് കളർ ബസ്സുകൾ. ഈ കാണുന്ന ഒരു മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ആണ്. നമുക്കറിയാം ഇവിടെ സിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സ്പേസ് കുറവാണ്. നമ്മൾ പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ സിറ്റി സൈഡിൽ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ ഓരോ സ്ലോട്ടിനും. നമുക്കിവിടെ പല രീതിയിലുള്ള പാർക്കിംഗ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്കിങ്ങനെ സ്ട്രീറ്റ് പാർക്കിംഗ്, അതായത് നമുക്ക് റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാം, അത് ചീപ്പാണ്. പിന്നെയുള്ളത് ഇതുപോലുള്ള മൾട്ടി സ്റ്റോറി പാർക്കിംഗ് ആണ്. അവിടെ നമുക്ക് ഓരോ അവറിന് ആണ് റേറ്റ് വരിക. നമ്മൾ നോർമലി ഒരു അവറൊക്കെ പാർക്ക് ചെയ്യണമെങ്കിൽ 4 പൗണ്ട് 5 പൗണ്ടൊക്കെ ആവറേജ് ആകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി പേരും സിറ്റിയിലോട്ടൊക്കെ വരുമ്പം ബസ്സൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാം. ഈ സ്ട്രീറ്റ് സൈഡിലുള്ള പാർക്കിംഗ് നമുക്ക് നേരത്തെ പ്രീ ബുക്ക് ചെയ്യാം. അത് വളരെ ചീപ്പാണ്. അത് നമുക്കൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വരുമ്പോൾ ഏകദേശം 1 പൗണ്ടിൽ താഴേക്ക് വരത്തുള്ളൂ. ഇതുണ്ട് നമ്മുടെ മാർക്കറ്റ് എത്താറായി. ഇതുണ്ട് ആ കാണുന്നുണ്ട് നമ്മുടെ മാർക്കറ്റ്. ഇപ്പോഴും ചില മരങ്ങളൊക്കെ ഇതുണ്ടോ നല്ല പച്ചപ്പിലാണ് നിൽക്കുന്നത്. ചില മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി, ചില മരങ്ങൾ നമുക്ക് ഇതുണ്ടോ ഫുള്ള് ഇല പൊഴിച്ച് നിൽക്കുന്ന കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ നമ്മുടെ മാർക്കറ്റ്. ഇതിൻ്റെ പേര് സെൻറ്റ് ജോർജ് മാർക്കറ്റ് എന്നാണ് കേട്ടോ. ഇവിടെ നമ്മൾ പല പല ആക്ടിവിറ്റീസ് നടക്കാം. ഇതൊരു വലിയൊരു കെട്ടിടമാണ്. ഇതുണ്ട് നമുക്ക് അവിടെ തൊട്ട് ഇവിടം വരെയുള്ളൊരു വലിയൊരു കെട്ടിടമാണിത്. ഈ 3 ദിവസം ഇങ്ങനെയുള്ള മാർക്കറ്റാണ് ഇവിടെ ഉണ്ടാവുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ പല പല പ്രോഗ്രാംസ് നടക്കാറുണ്ട്. ഇവിടെ ഈ മാർക്കറ്റിൽ തന്നെ ജോബ് ഫെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. കേട്ടോ നമ്മുടെ മാർക്കറ്റ് ഇതുണ്ടോ പേര് പറയുന്നുണ്ടോ, സെൻറ്റ് ജോർജ് മാർക്കറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മാർക്കറ്റിലോട്ട് എത്തി കേട്ടോ. നമ്മളൊരു മാർക്കറ്റിൻ്റെ സൈഡ് വഴിയാണ് നമ്മുടെ മീനിൻ്റെ സൈഡിലോട്ട് കയറുന്നത്. ഇതുണ്ട് ഇവിടെ നമുക്ക് ഫാർമസി ഉണ്ട്, ഇതുണ്ട് ATM മെഷീനുണ്ട്, കോഫി ഉണ്ട്, അതുപോലെ ഫുഡ് സബ്വേ ഉണ്ട്. ഇതിനകത്ത് തന്നെ പല പല മാർക്കറ്റ് നമുക്ക് കാണാൻ കേട്ടോ. അതുകൊണ്ട് സബ്വേ ഉണ്ട്. ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രീറ്റ് പാർക്കിങ്. ഇതുണ്ടോ നമുക്ക് ഈ പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ഇതുണ്ട് ഇതൊക്കെ ഫുഡിൻ്റെ സൈഡാണ്. ഈ സൈഡുണ്ട് ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടാക്കുന്ന ആൾക്കാർ നിൽക്കുന്നുണ്ട് മീനിൻ്റെ സെക്ഷൻ. ഇതുണ്ട് നമുക്കിവിടെ പലതരം മീനുകളുണ്ട്, റേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മീൻ നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. മറ്റേ ഇവിടെ മെയിൻ മീനുകൾ സീബാസ്, സീബ്രീം, പിന്നെ ഞണ്ടുകളുണ്ട്. അത് തന്നെ ഇതാണ് നമ്മുടെ നല്ല ചെറിയ മീനുണ്ട്. ഇത് ഇവിടുത്തെ മത്തിയാണ്, ഇത് ഇവിടുത്തെ അയലയാണ്. ഇതെന്താണെന്ന് പേര് എനിക്കറിയത്തില്ല. അത് തന്നെ നമുക്ക് പല പല മീനുകളാണ്. ഓയിസ്റ്റർ ഉണ്ട്, ഓൾ സാൽമൺ. ഇത് വലിയ സാൽമൺ കേട്ടോ, വലിയ സാൽമണാണ്. അതുപോലെ ക്രാബ്, ഇതല്ല പല ടൈപ്പുള്ള പ്രോൺസ് ഉണ്ട്. ലോബ്സ്റ്റർ ഉണ്ടോ, ജീവനുള്ള ലോബ്സ്റ്റർ ഉണ്ട്. കൊഞ്ച് എല്ലാം ഇതെന്ത് മീനിന് ഹാർബട്ട്. ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റാളാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് പച്ചക്കറീസാണ് കേട്ടോ, ഫ്രഷ് പച്ചക്കറി. ഇതെല്ലാം ഫ്രഷാണ്, ഫ്രഷ് ക്യാരറ്റ് ഇതുണ്ടോ, ഫ്രഷ് ബീട്രൂട്ട് ഇതുണ്ടോ, എല്ലാം ഫ്രഷാണ് കേട്ടോ. തക്കാളി കണ്ടോ, പല കളർ തക്കാളി. ഇതൊരു കളറ് മഞ്ഞ, ഓറഞ്ച്, നമ്മുടെ ചോപ്പ്. ബീട്രൂട്ടും കണ്ടോ, ബീട്രൂട്ടും പല കളറുള്ള ബീട്രൂട്ടും ഉണ്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ഉൾവശം. ഇതുണ്ട് ഇവിടെയൊക്കെ ഇവിടുത്തെ പലതരം അല്ല ഓരോരോ സ്റ്റാളുകളാണ്, ഓരോരോ ഐറ്റംസിൻ്റെ ഓരോരോ സ്റ്റാളുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സൈഡ് ഫിഷ് ഉണ്ട്, ബേക്കറിയാണ്, അതേപോലെ ഇത് ജ്വല്ലറി, ഡ്രസ്സുണ്ട്. നമുക്ക് കണ്ടോ അതുപോലെ വരച്ച ചിത്രങ്ങളുണ്ട്. ഇവിടെ ഡ്രസ്സുകളുണ്ട്. ഗിഫ്റ്റ് ഐറ്റംസ്, കൽപ്പത്ര ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ബാഗുകൾ, ഫാൻസി ഐറ്റംസ് ഉണ്ട്, പടങ്ങൾ, അതുപോലെ തന്നെ വിൻറ്റേജ് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ പെയിൻറ്റിങ്സിന് ആവശ്യം. ഇവിടെയൊക്കെ ഫുള്ള് ഒരു ഫുഡിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പല ടൈപ്പ് ഫുഡുകൾ കാണാൻ പറ്റും.
നമുക്ക് ഇരുന്ന് കഴിക്കുന്ന സൗകര്യമുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പം നമുക്ക് നല്ല തിരക്കാണ്. നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.